കഥ. വിഷയം: അവൾ മൊബൈൽ ഫോണുമെടുത്ത് ഉമ്മറത്തെ കസാരയിൽ ചാരിയിരുന്നു. സ്മാർട്ട് ഫോൺ തകർത്ത ജീവിതം. രചന ശ്രീമതി രാജലക്ഷ്മി രാഗേഷ്. അവതരണം ദിവ്യ വിനോദ്. ജൂൺ 1 സ്കൂളിലെ ആദ്യ ദിവസം. പൗർണമി വളരെ സന്തോഷത്തോടെ സ്കൂളിൽ പോവാൻ പുറപ്പെട്ടു. പുത്തനുടുപ്പും പുതിയ ബാഗും കുടയും വെള്ളക്കുപ്പിയും ചോറ്റുപാത്രവും പുതിയ നോട്ട് പുസ്തകത്തിൻ്റെ പുതുമണവും പൗർണമിയുടെ മനസ്സിൽ 1000 കനവുകൾ നെയ്തു. കൂട്ടുകാരികളോടൊത്ത് കളിച്ചുല്ലസിക്കാൻ അവൾ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ പുത്തനുടുപ്പും പുതിയ പാഠപുസ്തകവും നോട്ടുപുസ്തകവും വാങ്ങാൻ പൗർണമിയുടെ അച്ഛൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു. ഒരു നിർധന കുടുംബത്തിലെ മൂത്ത മകളാണ് പൗർണമി. പൗർണമിയുടെ ഇളയത് പഞ്ചമി. പൗർണമി 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പഞ്ചമി 3ാം ക്ലാസ്സിലും. പൗർണമിയുടെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനാണ്. അതുകൊണ്ട് തന്നെ താൻ മോഹിച്ചതൊന്നും വാങ്ങിത്തരാൻ അച്ഛൻ്റെ കയ്യിൽ പണമില്ല എന്ന് പൗർണമി മനസ്സിലാക്കിയിരുന്നു. പാവപ്പെട്ട കൂലിപ്പണിക്കാരനായ പൗർണമിയുടെ അച്ഛൻ്റെ പേര് വേലായുധൻ എന്നാണ്. വേലായുധൻ പണി കഴിഞ്ഞു വരുമ്പോൾ കൊണ്ടുവരുന്ന പലഹാരപ്പൊതിക്കായി പൗർണമിയും പഞ്ചമിയും എന്നും കാത്തിരിക്കും. പഠിക്കാൻ മിടുക്കിയായിരുന്നു പൗർണമി. പഠന മികവിൽ ഒന്നാമതാണ് പൗർണമിയെങ്കിൽ പഠിക്കാൻ വളരെ മോശമായിരുന്നു പഞ്ചമി. പഠിക്കാൻ മിടുക്കിയായതുകൊണ്ട് തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും പുനാര കുട്ടിയായിരുന്നു പൗർണമി. എന്നാൽ പഠിക്കാൻ മോശമായിരുന്നെങ്കിലും പഞ്ചമി കരകൗശല വിദ്യയിൽ സമർത്ഥയായിരുന്നു. കൂടാതെ ചിത്രം വരയ്ക്കാനും എഴുതാനും ഒരുപാട് കഴിവുകൾ പഞ്ചമിക്കുണ്ടായിരുന്നു. പക്ഷേ പഠനത്തിൽ മികവ് പുലർത്താത്ത പഞ്ചമിയെ ചിത്രരചനയിലും എഴുത്തിലും കരകൗശല വിദ്യയിലും പ്രോത്സാഹിപ്പിക്കാനും പിന്തുണയ്ക്കാനും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വേലായുധൻ്റെയും ഭാര്യയുടെയും വിശ്വാസം പഠിച്ച് ജോലി നേടുക എന്നത് മാത്രമാണ് മികവും പ്രാധാന്യവും എന്നായിരുന്നു. എന്നാൽ പഠിക്കുക എന്നതിലുപരി വിദ്യാഭ്യാസത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം വ്യക്തിത്വ വികസനവും അച്ചടക്കവും കൃത്യനിഷ്ഠയുമൊക്കെയാണെന്ന് ആ അച്ഛനമ്മമാർ മനസ്സിലാക്കിയില്ല. പൗർണമി പഠിച്ച് വലിയ ജോലി നേടുന്നത് സ്വപ്നം കണ്ട ആ മാതാപിതാക്കൾക്ക് നേരിടേണ്ടി വന്നത് വലിയ പ്രശ്നങ്ങളാണ്. എല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ പൗർണമിയുടെ മനസ്സിലും ഒരു ആഗ്രഹം ജനിക്കുന്നു. ഒരു സ്മാർട്ട് ഫോൺ സ്വന്തമായി വാങ്ങണമെന്ന്. നൂതന സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം നിത്യജീവിതത്തെ കാർന്നു തിന്നുന്ന ഈ കലികാലത്തിൽ പൗർണമി എന്ന നിഷ്കളങ്കയായ പെൺകുട്ടിയുടെ ആഗ്രഹം മനസ്സിലാക്കി സ്വാർത്ഥ താല്പര്യത്തോടെ പൗർണമിയുടെ സ്കൂളിലെ അധ്യാപകൻ അവൾക്കൊരു മൊബൈൽ ഫോൺ സമ്മാനമായി നൽകുന്നു. എന്നാൽ സ്വന്തം വിദ്യാർത്ഥിനിയോടുള്ള ആത്മാർത്ഥതയുടെ നിഷ്കളങ്കമായ സ്നേഹമായിരുന്നില്ല അയാൾ പൗർണമിയോട് കാണിച്ചത്. അതിലപ്പുറം ഗൂഢമായൊരു ലക്ഷ്യം അയാൾക്കുണ്ടായിരുന്നു. മൊബൈൽ ഫോൺ സമ്മാനമായി നൽകിയതോടെ പൗർണമിയുടെ മനസ്സിൽ നല്ലവനെന്ന സ്ഥാനം ഉറപ്പിക്കാനാണ് അയാൾ ശ്രമിച്ചത്. പുസ്തകവും പേനയും പിടിക്കേണ്ട കൈകളിൽ അന്നു മുതൽ മൊബൈൽ ഫോണിന് പ്രാധാന്യം കൈവന്നു. പൗർണമി ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ മൊബൈൽ ഫോണിന് അടിമയായി. സ്കൂൾ വിട്ടുവന്നാൽ ഉമ്മറത്ത് കസാരയിൽ ചാരിയിരുന്ന് മൊബൈലിൽ വീഡിയോകൾ കാണുന്നത് പതിവായി. അങ്ങനെ പരീക്ഷയിൽ തോറ്റു. അന്നുവരെ പഠിക്കാൻ മിടുക്കിയായിരുന്ന പൗർണമി പിന്നീട് പഠിത്തത്തിൽ മോശമായി. മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലായി അവൾ. ആരോടും സംസാരിക്കാനും ഇടപഴകാനും അവൾ തയ്യാറായില്ല. എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞുമാറി ഒറ്റയ്ക്ക് മുറി അടച്ചിട്ടിരിക്കുന്നത് പതിവായി. അങ്ങനെ പലവട്ടം തുടർന്നപ്പോൾ കാരണം അന്വേഷിച്ചു ചെന്ന മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. മാസങ്ങളായി അവളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ ഒരു വിദ്യാർത്ഥിനിയോടെന്ന പോലെയല്ല പൗർണമിയോട് പെരുമാറിയിരുന്നത്. അയാളുടെ കാമദാഹം തീർക്കാനുള്ള ഒരു ഉപകരണം മാത്രമായിരുന്നു പൗർണമി. അതിനുവേണ്ടിയാണ് പൗർണമിയോട് അയാൾ സ്നേഹം നടിച്ചത്. മൊബൈൽ ഫോണിൽ അശ്ലീല വീഡിയോകൾ കാണാൻ തൻ്റെ പ്രിയ അധ്യാപകൻ നിർബന്ധിച്ചിരുന്നു. എല്ലാം തിരിച്ചറിഞ്ഞപ്പോൾ ആ മാതാപിതാക്കളുടെ ചങ്ക് തകർന്നു. പൗർണമിയുടെ ജീവിതം തകർന്ന് തകിടം മറിഞ്ഞപ്പോൾ പഠിക്കാൻ മോശമായിരുന്ന പഞ്ചമി ചിത്രകലയിലൂടെ നല്ലൊരു വരുമാനം നേടിയെടുത്തു. ചിത്രകലാ അധ്യാപികയായി തിളങ്ങി. കവിതാരചനയിലും കഥാരചനയിലും അവൾ തിളങ്ങി. അങ്ങനെ അവളുടെ നേട്ടങ്ങളുടെ പട്ടികയിൽ പുരസ്കാരത്തിലക്കങ്ങൾ കൂടി വന്നെത്തി. പഞ്ചമി ഇന്ന് ലോകമറിയപ്പെടുന്ന ഒരു വലിയ എഴുത്തുകാരിയായി മാറി. കരകൗശല വിദ്യയുടെയും പഞ്ചമിയുടെ ജീവിത നിലവാരം ഉയർത്താൻ അവൾക്ക് കഴിഞ്ഞു. പഞ്ചമിക്ക് കിട്ടിയ വരുമാനമെല്ലാം സ്വരൂപിച്ച് പഞ്ചമി വേലായുധൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ വേലായുധൻ്റെ കണ്ണു നിറഞ്ഞു. അയാൾ പഞ്ചമിയെ ചേർത്ത് പിടിച്ച് ഉറക്കെ പറഞ്ഞു, മോളെ, നീയാണ് എൻ്റെ പൊന്നുമോൾ. നീയായിരുന്നു ശരി.
നിന്നെ ഞങ്ങൾ ഒട്ടും ശ്രദ്ധിച്ചില്ല. അവളെ മാത്രം നോക്കി. എന്നിട്ട് അവൾ സാരമില്ലച്ചാ, ചേച്ചിയെയും ഒന്നും പറയണ്ട. പക്വതയില്ലാത്ത പ്രായത്തിൽ ആർക്കും സംഭവിച്ചു പോകാവുന്നതാണ് ഇതെല്ലാം. എൻ്റെ ചേച്ചിയും എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഞാൻ കൂടെ കൂട്ടി ചേച്ചിക്ക് ഒരു ജോലിയൊക്കെ ശരിയാക്കി കൊടുത്തുകൊള്ളാം. എന്നിട്ട് നോക്കിക്കൊള്ളാം. എല്ലാം കേട്ടുകൊണ്ട് പൗർണമി അകത്ത് നിൽപ്പുണ്ടായിരുന്നു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വന്ന് അനുജത്തിയെ ചേർത്ത് പിടിച്ചു. എൻ്റെ മോളെ, നീയാണ് ശരി. ഈ ചേച്ചിക്ക് തെറ്റുപറ്റി. ക്ഷമിക്കും മോളെ. ഒന്നും സാരമില്ല ചേച്ചി, ഞാനില്ലേ കൂടെ. വിഷമം വേണ്ട. അവൾ ചേച്ചിയെ ആശ്വസിപ്പിച്ചു. അത് കണ്ടുനിന്ന അവരുടെ മാതാപിതാക്കളുടെ കണ്ണുകളും ഇറനണിഞ്ഞു.